നമ്മളിൽ അധികം ആളുകളുടെയും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിലെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത്. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ഇൻ്റർനെറ്റ് തീർന്നു പോകുന്നതിന് നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഓട്ടോ അപ്ഡേറ്റ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമുക്ക് വരുന്ന ആപ്പുകളൊക്കെ രാത്രി സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും. രാവിലെ എണീക്കുമ്പോൾ നെറ്റ് ഉണ്ടാകില്ല. അതുപോലെ തന്നെ വാട്സപ്പിൽ ബാക്കപ്പ് ഓൺ ചെയ്ത് വെച്ച ആളുകൾക്ക് രാത്രി 2 മണിയാകുമ്പോൾ ബാക്കപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും. ഇങ്ങനെ കുറേ കാരണം കൊണ്ടൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റൊരു സെറ്റിങ്സ് കൂടെ കാണിച്ചു തരാം. നിങ്ങളറിയാതെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് തീർന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഇതുവഴിയാണ് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഏതാണെന്ന് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഓരോ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോ ഇവിടെ ഒരു വീഡിയോ പ്ലേ ആകുന്നത് കാണാൻ സാധിക്കും. നമ്മൾ യൂട്യൂബിനകത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോകൾ ഇങ്ങനെ പ്ലേ ആകുന്നത് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഇൻ്റർനെറ്റ് നഷ്ടപ്പെടും നമ്മൾ ആരും കാണില്ല. കാരണം എന്താ വെച്ചാൽ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഓരോ സെക്കൻഡുകളും വീഡിയോകൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു 5 മിനിറ്റ് വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ 5 മിനിറ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഇൻ്റർനെറ്റ് ആ 5 മിനിറ്റ് സമയത്തേക്ക് ഇൻ്റർനെറ്റ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് ലാഭിക്കാതാണ്. പക്ഷേ ഈ ഒരു ഓട്ടോ പ്ലേ നമ്മൾ ഓൺ ചെയ്ത് വെച്ചാലുള്ള ഒരു ഗുണം കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണുന്ന വീഡിയോക്ക് പരസ്യം വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പരസ്യം വേണ്ട എന്നാണെങ്കിൽ, പരസ്യമില്ലാതെ യൂട്യൂബിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ വലതുഭാഗത്ത് നമുക്ക് സ്പീക്കറിൻ്റെ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് വരും. ഞാൻ സൗണ്ട് ഓഫ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ വീഡിയോയും ഇതുപോലെ കാണാൻ സാധിക്കും. ഇങ്ങനെ പ്ലേ ചെയ്ത് വീഡിയോ കേട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പരസ്യം വരാതെ യൂട്യൂബിൽ വീഡിയോ കാണാൻ സാധിക്കും. എന്നാൽ ഇതിലൂടെ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ടത്, അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. ഈ സെറ്റിങ്സ് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ജനറൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ ഫോണിനകത്ത് ഓൾവേസ് ഓൺ എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ ഒക്കെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുക, ഓൾവേസ് ഓൺ എന്നുള്ളത്. ഈ ഓൾവേസ് ഓൺ എന്നുള്ളത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓഫ് എന്നുള്ളത്. ഇനി വൈഫൈ ഉള്ള ആളുകൾ, വൈഫൈ ഫ്രീ ആണെങ്കിൽ വൈഫൈ ഉള്ള ആളുകൾക്ക് ഇവിടെ വൈഫൈ ഒള്ളി എന്നാക്കി കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വൈഫൈയിൽ എത്തുന്ന സമയത്ത് യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആക്കി വെക്കാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കത് ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഓഫായി കിടക്കുകയാണ്, അങ്ങനെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്നില്ലെങ്കിൽ ഇവിടെ ഓൾവേസ് ഓൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. ആവശ്യമുള്ളവർക്ക് ഓൺ ആക്കിയിട്ടും ആവശ്യമില്ലാത്തവർക്ക് ഓഫ് ആക്കിയിട്ടും ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഇതുകൊണ്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ലാഭിക്കാൻ സാധിക്കും. പക്ഷേ യൂട്യൂബിൽ പരസ്യമില്ലാതെ എങ്ങനെ ഓട്ടോ പ്ലേയിലൂടെ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.